പുരാണങ്ങൾ നമ്മൾ വസ്തുതകളായിട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പുരാണങ്ങൾ രചിക്കപ്പെട്ടിരുന്ന കാലത്തെ മനുഷ്യർ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, അന്നത്തെ ജീവിതം എന്തായിരുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനം, അതിന്റെ ഒരു മിററിങ് ഇവരുടെ ഭാവനയ്ക്കകത്ത് കാണാൻ പറ്റും. അങ്ങനെയാണ് പുരാണങ്ങൾക്ക് എന്താണ് പ്രസക്തി നമ്മൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് ചരിത്രപരമായ വലിയ പ്രസക്തിയുണ്ട്, എല്ലാ മിത്തിനുമുണ്ട്. കാരണം മിത്തിനകത്ത് പറയുന്ന കഥകൾ ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ഭാവനയാണ്. ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ഭാവന എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് പോകാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ അവരുടെ പുരാണങ്ങളിൽ അവരെങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെ അടയാളപ്പെടുത്തി എന്നുള്ളത്. ഇതാണ് പോകുന്നതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഇന്നേക്ക് ഒരു 3000-3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്നറിയപ്പെടുന്ന തരത്തിലുള്ള കുടുംബത്തിന്റെ പ്രാഗ്രൂപം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളതായി കാണാൻ പറ്റും. അവിടെ ഈ കുടുംബങ്ങളുടെ അധീശത്വം ഗോത്രങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു, ഗോത്ര നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു. നമുക്കറിയപ്പെടുന്ന എല്ലാ ഗോത്രങ്ങളും അവരുടേതായി ലിഖിതപ്പെട്ടിട്ടുള്ള എല്ലാ ഗോത്ര സാഹിത്യത്തിലൊക്കെ തന്നെ ഗോത്രത്തിന് ചില നിയമങ്ങൾ, ഗോത്രത്തിന് നിയമങ്ങൾ പാലിക്കുന്ന ആൾക്കാര്, ഗോത്ര നിയമത്തെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാര്, ഗോത്ര നിയമത്തിനെ അനുവർത്തിപ്പിക്കുന്ന പുരോഹിതന്മാര്, ഇങ്ങനെയൊക്കെ പറയുന്ന അതിന്റെ പ്രാഗ്രൂപങ്ങളൊക്കെ തന്നെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് രൂപപ്പെട്ടു വരുന്ന സമയത്തൊക്കെ തന്നെ ഗോത്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന, ഗോത്ര നിയമങ്ങൾക്ക് കീഴിൽ അതിന്റെ നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ബന്ധങ്ങളാണുള്ളത്. അത് ഓരോ ഗോത്രത്തിനും വ്യത്യസ്തമാണ്, ഓരോ സമൂഹത്തിനും വ്യത്യസ്തമാണ്, ഓരോ ജനവിഭാഗത്തിനും വ്യത്യസ്തമാണ്. പിന്നീട് നമ്മൾ ഇവഞ്ച്വലി കാണുന്ന ഒരു വലിയ പീരീഡിൽ വലിയ മാറ്റങ്ങളില്ലാതെ തുടരുന്നത്. ഈ മാറ്റങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന ഒരു നോൺ ഹിസ്റ്ററിയുടെ പീരീഡിലേക്ക് വരുമ്പോഴേക്കും പുരുഷ കേന്ദ്രീകൃത സമൂഹമായി മാറിക്കഴിഞ്ഞു നമുക്ക് കാണാൻ പറ്റും. എവിടെ നോക്കിയാലും പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമായി മാറുന്നുണ്ട്. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും അത് കാണാൻ പറ്റും.